നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പിന്നാളെ പിന്നാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ, പിന്നാളെ പിന്നാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ, കന്നിത്താമരപ്പൂമോളെ പിന്നാളെ പിന്നാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. ശരത്തെ, ഈ പാട്ട് ഏത് ഫിലിമിലെയാണെന്ന് അറിയോ? ഈശ്വര, ഇതറിയാത്ത ഒരു മലയാളി ഉണ്ടാവോ? ശരിക്കും ചെമ്മീൻ എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിലേതാണ്. ശരിക്കും അതിമനോഹരമായിട്ട് പാടി കേട്ടോ. അതിനാദ്യമായിട്ട് ഒരു കൺഗ്രാജ് പറയാം. വളരെ നന്നായിരിക്കുന്നു. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അല്ലേ വളരെ ഒരു ഹൃദയത്തിന് വളരെ ഒരു കുളിർമയും സന്തോഷമൊക്കെ പകരുന്ന ഒരു അനുഭവമാണ് ചെമ്മീൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഇത്തരം ഗാനങ്ങൾ. എന്താണ് ഇവിടെ പാടാനുള്ള കാരണം? ശരത്തെ, ഈ ചെമ്മീൻ എന്ന സിനിമ 50 വർഷം പൂർത്തിയാക്കിയിട്ടും ഇന്നും മലയാളികളുടെ മനസ്സിൽ അതിലെ ഗാനങ്ങളും അതിലെ കഥാപാത്രങ്ങളും ഇന്നും തങ്ങി നിൽപ്പുണ്ട്. അപ്പം ആ ഒരു ഓർമ്മയിൽ പാടിയതാണ്. എനിക്കൊരു ഭയങ്കര സന്തോഷം തരുന്ന നല്ലൊരു പാട്ടാണ്. തീർച്ചയായിട്ടും ഏഞ്ചൽ പറഞ്ഞത് കറക്റ്റാണ്. കാരണം 1965 രാമു കാര്യാട്ട് എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു അമൂല്യ നിധിയാണെന്ന് പറയാം ചെമ്മീൻ എന്ന് പറയുന്ന ഈ ചലച്ചിത്രം. ശരിക്കും മലയാള സിനിമ ആസ്വാദകർ, സിനിമാ പ്രേമികൾ എപ്പോഴും ചെമ്മീനെ കണ്ടുപിടിക്കണം. കാരണം എങ്ങനെയാണ് ആ ചലച്ചിത്രം ഇത്രത്തോളം മലയാളികൾക്ക് ഹൃദ്യമായതെന്ന് അതിൻ്റെ ആവിഷ്കരണ രീതി ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും അരയ സമൂഹത്തിൻ്റെ കഥ പറയുന്ന ജീവിത അനുഷ്ഠാനങ്ങൾ പറയുന്ന ഒരു രീതിയായിരുന്നു ചെമ്മീനിൽ ദൃശ്യാവിഷ്കാരം നടത്തിയത്. വളരെ മനോഹരമായിട്ട് രാമു കാര്യട്ട് എന്ന സംവിധായകന് അത് നിർവഹിക്കാൻ സാധിച്ചു എന്നത് ഇതിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ചെമ്മീനിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്. ശരിക്കും മധുസാറും ഷീലാമ്മയും സത്യൻ മാഷും ഒക്കെ തകർത്ത് അഭിനയിച്ച ആ ഒരു കഥാപാത്രത്തിലൂടെ ശരിക്കും ജീവിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഏഞ്ചൽ, ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ പ്രണയമുണ്ട്, വിരഹമുണ്ട്, പ്രതികാരമുണ്ട്, ഐതിഹ്യമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി സംഗീതത്തിൻ്റെ നല്ല രീതിയിലുള്ള സംഗീതത്തിൻ്റെ മേൽപ്പൊടി കൂടി ചേർന്നപ്പോൾ ചെമ്മീൻ ഒരു സ്വർണ്ണ മീനായി മാറ്റപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. എന്ത് തന്നെയായാലും ചെമ്മീൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കിടക്കാം. സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. രാജഹംസമേ കണ്ടുവോ നീ ഇന്ദു പുഷ്പകേ സരങ്ങളിൽ പ്രേമ പാർവണേന്ദുവിൻ ആദ്യ ചുംബനങ്ങളിൽ കേളിയാടോ മോളവും നീ കണ്ടുവോ ആതിര നിലാപ്പൊയ്കയിൽ നീരാടിപ്പോരും രാജഹംസമേ കണ്ടുവോ നീ ഇന്ദു പുഷ്പകേ സരങ്ങളിൽ അമൃതൊഴുകും ദളമുകുളം തേടും തുമ്പി പൂഞ്ചിറകുകളിൽ പുളകവുമായി പാടുന്നു രാഗസരോവരമിളകുമ്പോൾ പാദസരങ്ങൾ കിളുങ്ങുമ്പോൾ ഭാവസാന്ദ്രമാർന്നൊരാത്മഗീതകം നീ കേട്ടുവോ ആതിര നിലാപ്പൊയ്കയിൽ നീരാടി പോരും രാജഹംസമേ കണ്ടുവോ നീ ഇന്ദു പുഷ്പകേ സരങ്ങളിൽ രാക്കിളിനകൾ കുളിർമൊഴിയും മഞ്ഞിൽ മുങ്ങി തേ കൂടുകളിൽ പുളകവുമായി പാടുന്നു കാതരയാമിനി കടമിഴിയ കാദംബരമധു ചൊരിയുമ്പോൾ
നീരാടി പോരും രാജഹംസമേ കണ്ടുവോ നീ ഇന്ദു പുഷ്പകേ സരങ്ങളിൽ പ്രേമ പാർവണേന്ദുവിൻ ആദ്യ ചുംബനങ്ങളിൽ കിളിയാടുമോളവും ആവണിപ്പൊൻപേരവും നീ കണ്ടുവോ ആതിര നിലാപ്പൊയ്കയിൽ നീരാടിപ്പോരും രാജഹംസമേ കണ്ടുവോ നീ ഇന്ദു പുഷ്പകേ സരങ്ങളിൽ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് എന്താണ് ഏഞ്ചൽ പറഞ്ഞോളൂ കേട്ടോ. അതായത് അന്ധയും മൂകയും ബധിരയും ആയിരുന്നിട്ടും ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ എഴുത്തുകാരിയായും അതേപോലെ സാമൂഹ്യ പ്രവർത്തകയായും ഒക്കെ അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഹെലൻ കെല്ലർ. ആ ഹെലൻ കെല്ലർ ഒരു ഓർമ്മയായിട്ട് ഇന്ന് 48 വർഷമാകുന്നു. അത് ഏഞ്ചൽ അവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനൊക്കെ തരണം ചെയ്ത് അവരൊരു നോവൽ രചിച്ചില്ലേ? 12ഓളം പുസ്തകങ്ങളും അതേപോലെ ചില ആർട്ടിക്കിൾസും ഹെലൻ കെല്ലർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ 22 വയസ്സ് ഹെലൻ കെല്ലറിന് 22 വയസ്സുള്ളപ്പോൾ പബ്ലിഷ് ചെയ്തതാണ് ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അതേപോലെ തന്നെ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി ആയിരുന്നു ലൈറ്റ് ഇൻ മൈ ഡാർക്ക്നെസ്. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സത്യങ്ങളൊക്കെ തന്നെ നമുക്ക് അനുകരിക്കാനുള്ള മാതൃകയാണ്. കാരണം നമുക്കൊരു ചെറിയ എന്തെങ്കിലും പിഴവ് വന്നാൽ നമ്മുടെ ജീവിതം അവിടെ തീർന്നെന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ. ഇത്തരത്തിൽ വിചാരിക്കുന്നവർ ചിന്തിക്കുക ഹെലൻ കെല്ലറിനൊക്കെ ലോകത്തിന് മാതൃകയായതുപോലെ നമുക്ക് മാതൃകയാവാൻ സാധിക്കും എന്നുള്ളൊരു ഉത്തമമായിട്ടുള്ള ചിന്ത. തീർച്ചയായിട്ടും ഇതുപോലുള്ള ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. ഏഞ്ചൽ നമ്മളിന്ന് ആരംഭിച്ചത് ചെമ്മീനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ശരിക്കും ചെമ്മീൻ്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അത് എത്ര പറഞ്ഞാലും തീരുന്നതുമല്ല. എന്നാലും ഞങ്ങളാൽ കഴിയുന്ന വിധം കുറച്ച് വിവരങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന സലീൽ ചൗധരിയാണ്. അതുപോലെ തന്നെ മാർക്കസ് ബട്ട്ലി എന്ന വിദേശ ഛായാഗ്രഹനാണ് ഇത് പകർത്തിയിരിക്കുന്നത്. അത്തരം ഒരുപാട് പ്രത്യേകതകൾ ചെമ്മീനിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഭിനയ ചക്രവർത്തി, ഭാവാഭിനയത്തിൻ്റെ ചക്രവർത്തിയായ മധുസാർ വളരെ നന്നായിട്ട് അഭിനയിച്ച കഥാപാത്രം കൊച്ചുമുതലാളി. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ എപ്പോഴത്തെയും എവർഗ്രീൻ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഷീലാമ്മ ചെയ്ത കറുത്തമ്മ എന്ന കഥാപാത്രം, അതൊക്കെ ഇന്നും ന്യൂ ജനറേഷനിൽ പോലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സംഗതി. അതുപോലെ ഒരുപാട് യുവാക്കൾ നെഞ്ചിലേറ്റിയ ഒരു വിരഹഗാനമായിരുന്നു മാനസമൈനേ വരൂ. തീർച്ചയായിട്ടും ഏഞ്ചൽ, അന്നത്തെ യുവാക്കൾ മുഴുവൻ നെഞ്ചിലേറ്റി പാടി നടന്ന ഗാനമാണ് മാനസമൈനേ വരൂ, മധുരം നുള്ളിത്തരൂ. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായ അല്ലെങ്കിൽ വിരഹം അനുഭവിച്ചിരിക്കുന്ന സുഹൃത്തുക്കളുടെ വലയത്തിൽ ഈ പാട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും ആശയങ്ങളും ഒക്കെ നമ്മൾ പാട്ടായും കവിതയായും കഥയായും ഒക്കെ നമ്മൾ ആവിഷ്കരിക്കാറുണ്ട് അല്ലേ? അപ്പം അതേപോലെ തന്നെ മറ്റൊരു മീഡിയം ഓഫ് എക്സ്പ്രഷനാണ് ചിത്രരചന എന്ന് പറയുന്നത്. അതെ, വളരെ നന്നായിട്ട് ചിത്രം വരയ്ക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ്. പക്ഷേ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള വരദാനമാണ് ചിത്രകല എന്ന് പറയുന്നത്. അത് കഴിവുള്ളവർ ചെയ്യുമ്പോൾ അത് വളരെ മനോഹരമായിരിക്കും. ഏഞ്ചൽ പറഞ്ഞ പോലെ ഒരു വലിയ കാര്യം, ഒരു വലിയ തീം ഒരു ചിത്രത്തിനുള്ളിൽ ഒളിച്ചിരിക്കും. എന്തായാലും വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം. മൊപ്പസാങ് വല്ലത്ത് അവതരിപ്പിക്കുന്ന വർണ്ണലോകം. വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓയിൽ പേസ്റ്റിലാണ്. ട്രയോൺ പോലെയുള്ള ചെയ്യാവുന്ന, വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്ന ഓയിൽ പേസ്റ്റിലാണ്. ഈ ഓയിൽ പേസ്റ്റിൽ മഴയത്ത് ഒരു ലേഡി നടന്നു പോകുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കുട പിടിച്ച് പോകുന്ന ഒരു ലേഡിയാണ്. നമുക്ക് കുട ആദ്യം വരയ്ക്കാം. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഡാർക്ക് കളർ ആദ്യം കൊടുത്തിട്ട് വരച്ചിട്ട് പിന്നെ ലൈറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുടയുടെ ഷേപ്പാണ് ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇത് കുടയുടെ ആകെ നമ്മളൊന്ന് ഷേപ്പ് ആക്കി വരച്ചിട്ട്, അതായത് 8 തലമുള്ള ഷേപ്പ് ആദ്യം വരച്ചിട്ട് പിന്നീട് അത് ലൈറ്റാക്കി തിരിക്കുകയാണ് ചെയ്യുന്നത്.
ഇതിലിപ്പോൾ ഗ്രേ കളറാണ് കൊടുത്തത്. ഗ്രേയുടെ കൂടെ കുറച്ച് നമുക്ക് ബ്ലൂ കൊടുക്കാം, അതായത് പ്രഷ്യൻ ബ്ലൂ കൂടി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വൈറ്റ് എടുത്തിട്ട് വൈറ്റ് ചോക്ക് പേസ്റ്റിലെടുത്തിട്ട് ലൈറ്റ് ആവേണ്ട ഭാഗത്ത് മാത്രം ഒന്ന് ലൈറ്റാക്കി കൊടുക്കണം. ഇനി നമുക്ക് ബ്ലാക്ക് മാത്രം എടുത്തിട്ട് ചെറിയ ഒരു സ്പോട്ട് ഇവിടെ നടുക്ക് കൊടുത്തു. ഇതാണ് സെൻറ്റർ സ്പോട്ട്. ഈ സെൻറ്റർ സ്പോട്ടിൽ വന്നിട്ട് അപ്പോൾ ഇതുകൊണ്ട് കുടയുടെ ഷേപ്പ് കിട്ടും ഏകദേശം. ഇപ്പോൾ കുടയായി. കുട പിടിച്ചിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു ലേഡിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി അവരുടെ ഡ്രസ്സ് നമുക്ക് കുറച്ച് ബ്രൈറ്റ് കളർ കിട്ടാനായിട്ട് നമുക്ക് ഓറഞ്ച്, റെഡ്, യെല്ലോ ആ കോമ്പിനേഷനിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ റെഡ് കൊണ്ട് അവരുടെ ഡ്രസ്സിൻ്റെ ടോപ്പ് ഭാഗം വരയ്ക്കുകയാണ്. നമുക്ക് കുറച്ച് ഓറഞ്ച് കൊടുക്കാം, കാരണം കുറച്ച് വൈബ്രൻ്റ് ആകും. ഓറഞ്ച് കൊടുത്തു കഴിയുമ്പോൾ നല്ല വൈബ്രൻ്റ് ആകും കളർ. ഇനി ഇതൊന്ന് ലയിപ്പിക്കാൻ നമുക്ക് വൈറ്റ് വേണ്ട, പകരം നമുക്ക് യെല്ലോ കൊണ്ട് ലയിപ്പിക്കാം. കാരണം വൈറ്റ് റെഡിൻ്റെ കൂടെ വൈറ്റ് കൊണ്ട് ലയിപ്പിക്കാൻ പോയിരുന്നാൽ അത് പെയിലായി പോകും, വളരെ മങ്ങിപ്പോകും, കളർ ഫെയ്ഡായി പോകും. അതിന് പകരം നമ്മൾ മഞ്ഞ കൊണ്ട് കളർ കൊണ്ട് ലയിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക തുടുപ്പും അതിന് ഭംഗിയും വരും. പിന്നെ നമുക്ക് ഇവരുടെ കൈക്ക് നമുക്കറിയാം സ്കിൻ ടോൺ യെല്ലോ ഓക്കറാണ് ബെസ്റ്റ്. ആ യെല്ലോ ഓക്കർ കൊണ്ട് നമുക്ക് സ്കിൻ ടോൺ കൊടുക്കാം. അതൊരു കയ്യിൽ ഒരു കുട പിടിച്ചേക്കണം, അതുകൊണ്ട് കൈയിൻ്റെ ഒരു മുട്ട് ഭാഗം വരെ മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്ക് അവരുടെ ഡ്രസ്സിൻ്റെ താഴേക്കുള്ള ഭാഗം, അത് കൂടാതെ മുടിക്ക് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്കിൻ്റെ കൂടെ ബ്ലൂ കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവരുടെ ബോട്ടം, ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു ചെറിയൊരു വെട്ടുണ്ട് അവിടെ കൂടി ഇങ്ങനെ വന്നിട്ട് നടന്നു പോവുകയാണ്. മഴയാണ്, അപ്പോൾ കാലൊക്കെ ശരിക്കും ഇങ്ങനെ അവരിങ്ങനെ ഒറ്റയടി വെച്ച് നടക്കുന്ന ഒരു ലേഡിയാണ്. ഇപ്പോൾ ഇത് മഴയാണ്. മഴയത്ത് റിഫ്ലക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് മഴ പെയ്യിക്കാതെ തന്നെ മഴയുള്ളൊരു ഫീൽ നമുക്ക് വരുത്താൻ പറ്റും. അതൊരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു കെട്ടുമാരോടെ കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കെട്ടിക്കൂടി അത് നേരെ താഴേക്ക് റിഫ്ലക്ഷൻ കൊടുക്കണം. ഇങ്ങനെ നേരെ താഴേക്ക്, മുകളിൽ എന്ത് കളറാണ് ആ കളർ തന്നെ താഴേക്ക് കൊടുത്താൽ മതി. ഒന്നും കൂടി ഡാർക്ക്നെസ് കിട്ടാനായിട്ട് ഈ ഭാഗത്ത് കുറച്ചും കൂടി ഡാർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ചിത്രം നമുക്കിവിടെ ഫിനിഷ് ചെയ്യാം. ഇങ്ങനെയാണ് ഓയിൽ പേസ്റ്റിൽ പെയിൻറ്റിങ് തീർക്കുന്നത്. ഇതോടെ ഈ പെയിൻറ്റിങ് ഇവിടെ പൂർത്തിയായി. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് ശ്രീ VS മധു. 67 കോട്ടയത്തിനടുത്ത് പുതുപ്പള്ളിയിൽ ജനിച്ച VS മധു മാവേലിക്കര രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ചിത്രകല അഭ്യസിച്ചു. കേരള ലളിതകല അക്കാദമിയിൽ നിന്ന് ഹൈലി കമൻഡഡ് സർട്ടിഫിക്കറ്റ്, കോട്ടയം മെഡിക്കൽ കോളേജ് സിൽ മെഡക്സ് മത്സരത്തിൽ 1ാം സ്ഥാനം, കോട്ടയം KSS സ്കൂൾ ഓഫ് ആർട്സ് നടത്തിയ അഖില കേരള മത്സരത്തിൽ 1ാം സ്ഥാനം എന്നീ ബഹുമതികൾ VS മധുവിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം KSS സ്കൂൾ ഓഫ് ആർട്സിൽ അധ്യാപകൻ, ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻ സെൽ ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. പുതുപ്പള്ളിയിലാണ് താമസം, കോട്ടയത്തിനടുത്ത്. ഭാര്യ ശ്രീജ, മക്കൾ അലീന, അമൃത. ഇന്നത്തെ വർണ്ണലോകം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത വർണ്ണലോകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം. ഇന്ന് നമ്മൾ വീട് വാങ്ങുമ്പോഴും വീട് വെക്കുമ്പോഴും ഒക്കെ ഒരുപാട് പേര്, അല്ല മിക്കവാറും എല്ലാവരും നോക്കാറുണ്ട് ഈ വാസ്തുശാസ്ത്രം. പക്ഷേ എങ്കിൽ തന്നെയും ഒരുപാട് പേർക്ക് സംശയമുണ്ട്, എന്താണ് ഈ വാസ്തുശാസ്ത്രം, ഇത് എന്തിനാണ് നമ്മൾ നോക്കുന്നത്, ഇതൊരു അന്ധവിശ്വാസമല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. എങ്കിൽ പോലും നമ്മൾക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട് ഇതൊരു ശാസ്ത്രമാണ് എന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? അപ്പോൾ എന്താണ് ശരത്ത് അത് അങ്ങനെ ഒരു പറയാനുള്ള കാരണം എന്താണ്? ശരിക്കും വാസ്തു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ അനുഭവത്തിലൂടെ, അനുഭവജ്ഞാനം കൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, അല്ലേ ഏഞ്ചൽ? ശരിക്കും അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാനും പഠിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു അനുഭവ വേദിയിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പുച്ഛിച്ച് തള്ളിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് മൂല്യമുള്ളതായി തീരുന്നു എന്നൊരു തിരിച്ചറിവാണ്
പല പ്രപഞ്ച സത്യങ്ങളിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ വാസ്തു എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രോപ്പർട്ടി വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും ഒക്കെ എല്ലാവരും നോക്കുന്നത് വാസ്തു അനുസരിച്ച് വെച്ചിട്ടുള്ള ഭവനമാണോ എന്നതാണ്. തീർച്ചയായിട്ടും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ഐശ്വര്യഗൃഹം. ഐശ്വര്യഗൃഹത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്രഹങ്ങളുടെ സ്ഥാനനിർണയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പ്രധാന മുറി അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം ഏത് ഭാഗത്തായിരിക്കണം, അതുപോലെ അടുക്കളയുടെ സ്ഥാനം ഏത് ഭാഗത്തൊക്കെ ആയിരിക്കണം എന്നത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുക്കളയ്ക്ക് ഈശാന കോണെടുക്കാം. 3 സ്ഥാനം അടുക്കളയ്ക്ക് പറയുന്നുണ്ട്: പർജന്യ പചനാലയം, ശിഗ്നീബ, അനലി. അപ്പോൾ പർജന്യ സ്ഥാനത്ത്, അതായത് കിഴക്ക് വടക്ക് സ്ഥാനത്ത്, കിഴക്ക് വടക്ക് സ്ഥാനം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെ സ്ഥാനം കാണുന്ന സമയത്ത് 64 പദങ്ങളായിട്ടോ അല്ലായെങ്കിൽ 81 പദങ്ങളായിട്ടോ 100 പദങ്ങളായിട്ടോ വിഭജിക്കണമെന്നുണ്ട്. അതായത് അഷ്ടവർഗം, അംഗവർഗം, ദശവർഗം ഇങ്ങനെ വിഭജിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പദം മാറ്റി വരുന്ന, അതായത് കിഴക്ക് വടക്കായിട്ട് ഒരു പദം മാറി വരുന്ന സ്ഥാനമാണ് പർജന്യപദം. ഈ പർജന്യപദം അടുക്കളയ്ക്ക് ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അഗ്നിപദത്തിലും എടുക്കാവുന്നതാണ്, അതായത് അഗ്നികോണിൽ. അപ്പോൾ അഗ്നികോണിൽ വേണമെങ്കിലും അടുക്കളയാകാം. അതാണ് പർജന്യ പചനാലയം ശിഗ്നീവ എന്ന് ആചാര്യൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ അനലെ വായുകോണിൽ വേണമെങ്കിലും, വായുകോണെന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് വടക്ക് ഭാഗത്തും അടുക്കളയ്ക്ക് ഉത്തമമാണ്. അപ്പോൾ ഏത് ഭാഗത്ത് അടുക്കളയായിരുന്നാലും ശരി, കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആഹാരം പാകം ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നതാണ് ഒരു പ്രധാന കാര്യം അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ ആഹാരം കഴിക്കേണ്ടതും കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നായിരിക്കണമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അതുപോലെ പഠനമുറിക്കാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗം ഉത്തമമാണ്. ഈ അടുക്കളയിൽ തന്നെ സ്റ്റോർ റൂം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ ചെയ്യാവുന്നതാണ്. അങ്ങനെ സ്റ്റോർ റൂം ചെയ്യുകയാണെങ്കിൽ അടുക്കളയിൽ നിന്നുള്ള വാതിൽ ചെറിയ വാതിലായിരിക്കണം. ഈ വീട്ടിലുള്ള മറ്റുള്ള വാതിലുകളുടെ കണക്കിൽ നിന്ന് അല്പം കുറഞ്ഞിരിക്കണമെന്ന് ഒരു ശാസ്ത്രം പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനം എപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ പോക്കുവെയിൽ തട്ടുവാനായിട്ട് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ തെക്ക് പടിഞ്ഞാറ് സ്ഥാനം മാസ്റ്റർ ബെഡ്റൂമിന് ആയിട്ട് നാം കണക്കാക്കിയിരിക്കുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂം അവിടെ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഈ ബെഡ്റൂമിൻ്റെ വാതിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ വാതിലെന്ന് പറയുമ്പോൾ പിന്നെ പ്രധാനമായിട്ട് സാധാരണ ഇന്ന് ഒറ്റ വാതിലാണ് വയ്ക്കുന്നത്. ഒറ്റ വാതിലെന്ന് പറയുമ്പോൾ ഒറ്റ പാളിയുള്ള വാതിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ കട്ടളയും അതിൽ ഒറ്റപ്പാളിയുള്ള വാതിലും എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ഈ പിന്നെ വാതിൽ തുറക്കുമ്പോൾ വലതു ഭാഗത്തോട്ടാണോ തുറക്കേണ്ടത്, ഇടതു ഭാഗത്തോട്ടാണോ തുറക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ എന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നില്ല. വാസ്തുശാസ്ത്രത്തിൽ 2 പാളികളുള്ള വാതിലുകളാണ് പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ വലത്തെ പാളി അല്പം വലുതായിട്ടും ഇടത്തെ പാളി ചെറുതായിട്ടും എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മളിന്ന് സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ഒറ്റ വാതിലായിട്ട് ഒറ്റ പാളിയാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒറ്റപ്പാളി പിന്നെ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നു വലത്തോട്ട് മതിയെന്ന് പറയും. അതുപോലെ ചിലർ പറയുന്നു അല്ല ഇടത്തോട്ട് വേണമെന്ന്. ഇത് അംഗീകൃതമായ ഒരു അഭിപ്രായമല്ല. കാരണം വാസ്തുശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. വാസ്തുശാസ്ത്രത്തിൽ 2 പാളിയുള്ള കതക്, ജനാല ഒക്കെയാണ് വേണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ 3 പാളിയാണ് ജനാലകൾക്ക് കൊടുക്കുന്നത്. അതും വാസ്തുശാസ്ത്രത്തിൽ ശരിയായതല്ല. പിന്നെ നമ്മളെല്ലാവരും ഒരു ഏകീകരണ സ്വഭാവത്തോടുകൂടി വലത്തോട്ട് തുറക്കണമെന്നുള്ള രീതിയിൽ നമ്മളിന്ന് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കട്ടളയിൽ അതിൽ ഘടിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അടുക്കള പിന്നെ ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ 2 പാളിയുള്ള വാതിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിനടുത്തായിട്ട് മറ്റുള്ള ഒരു പിന്നെ ബെഡ്റൂമുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പാടില്ല. അതിൻ്റെ പിന്നെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടോ വേണമെങ്കിൽ ബാത്റൂം ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 കോലെങ്കിലും മാറി ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതിനുള്ള സൗകര്യമില്ലെങ്കിൽ ഒരു 5 അടിയെങ്കിലും വെച്ച് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ അത് മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും ഒരു നീറ്റായിരിക്കുന്ന രീതിയിലും
അവിടെ തന്നെ അതിനകത്ത് മറ്റുള്ളതായ വസ്തുക്കൾ, ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ കൊണ്ടിടുക, അതുപോലെ മരിച്ചവരുടെ ഫോട്ടോ വയ്ക്കുക, ഇതൊന്നും ഉത്തമമല്ല. ഇനി മറ്റേ കാര്യങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ഇവിടെ ഐശ്വര്യഗ്രഹം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ഞങ്ങളെപ്പോഴും പ്രേക്ഷകരോട് പറയുന്ന ഒന്നാണ്, പ്രേക്ഷകരാണ് ഞങ്ങളുടെ ശക്തി എന്ന്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ എല്ലാം. ഒരുപാട് കത്തുകൾ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം നമുക്കത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വന്ന കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കത്ത് ഞാൻ വായിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായി മാറിയ വടക്കാഞ്ചേരി സ്വദേശി ശങ്കരനാരായണൻ സാറാണ്. വീണ്ടും അദ്ദേഹം കത്തയച്ചിരിക്കുകയാണ്. അദ്ദേഹം ശൂർപ്പണഖയുടെ കാര്യം പറഞ്ഞ് നമുക്ക് ആദ്യം ബി പോസിറ്റീവിൽ കത്തയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നമ്മുടെ ബി പോസിറ്റീവിൻ്റെ കാഴ്ചപ്പാടും വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും. ശരിക്കും ഓരോരുത്തരുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും വളരെ വ്യത്യസ്തമാണല്ലോ. തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, സജീഷ് കുട്ടനല്ലൂർ നയിക്കുന്ന ഹാസ്യ കേരളം വളരെ നല്ലൊരു പരിപാടിയാണ്, ചാക്യാർ വളരെയധികം പ്രശംസ അർഹിക്കുന്നുവെന്ന് അദ്ദേഹത്തിനെ അറിയിച്ചേക്കാം അല്ലേ? സജീഷിന് വളരെ സന്തോഷമാവും. എന്തായാലും ഇതുപോലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെറിയ ചെറിയ വിമർശനങ്ങളൊക്കെ അറിയിക്കാൻ ഞങ്ങളൊരു വിലാസം തരുന്നു. ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1, ഫോൺ 047124666160, ഇമെയിൽ panoramatvmedia@gmail.com. ശരിക്കും ചെമ്മീൻ എന്ന ചലച്ചിത്രത്തെക്കുറിച്ച്, ഒരു ഇതിഹാസത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നാം ഇന്ന് ബി പോസിറ്റീവ് ആരംഭിച്ചത്. ശരിക്കും അതിൻ്റെ വിശേഷങ്ങൾ ഒരിക്കലും പറഞ്ഞു തരുന്നതല്ല, എന്നാലും ഞങ്ങളുടെ ഒരു സമയപരിമിതി തൊട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. വീണ്ടും ഓർമ്മിക്കുമ്പോൾ, ചെമ്മീനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ശരിക്കും ചെമ്മീൻ്റെ കഥാപാത്രങ്ങൾ ഇന്നും ആ കടാപ്പുറത്ത് ഓടി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കുമ്പോഴാണ് ആ സംവിധായകൻ അവിടെ വിജയിക്കുന്നത്. പരീക്കുട്ടി ആണെങ്കിലും കറുത്തമ്മയാണെങ്കിലും ചെമ്പൻകുഞ്ഞാണെങ്കിലും പളനിയാണെങ്കിലും ഒക്കെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. നമ്മുടെ സത്യൻ മാഷ് ചെയ്ത കഥാപാത്രം അല്ലേ ഏഞ്ചൽ? തീർച്ചയായും. അതുപോലെ നമ്മുടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ ചെയ്ത കഥാപാത്രം, അതുപോലെ അടൂർ പങ്കജം ചെയ്ത കഥാപാത്രം, ഇതൊക്കെ തന്നെ പ്രേക്ഷകർ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിയ കഥാപാത്രങ്ങളാണ്. ശരിക്കും ചെമ്മീൻ എന്ന ഒരു കാവ്യത്തെ, ഒരു ഇതിഹാസത്തെ അനുസ്മരിച്ചുകൊണ്ട് ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ജൂൺ 1. ബാക്കി നല്ല ശുഭപ്രതീക്ഷകളുമായി മറ്റൊരു ദിവസത്തിൽ വീണ്ടും കാണാമെന്നുള്ള വാഗ്ദാനത്തോടു കൂടി നന്ദി, നമസ്കാരം.